സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ഫോൺ കൊടുക്കാൻ പറയാണ് വരുൺ ഗൗതത്തിനോട്. ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്നത് ശരിയല്ലെന്നറിയാം, എന്നാലും ഒന്ന് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ വരുൺ. അങ്ങനെ കൺമണിയെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുകയാണെന്നുള്ള ഭാവത്തിൽ വിളിക്കുന്നുണ്ട് ഗൗതം. ഇതേ സമയം ഗൗതത്തിൻ്റെ ഫോൺ വാങ്ങുകയാണ് കേട്ടോ കൺമണി. വരുൺ കൺമണിയോടായിട്ട് സോറി കൺമണി, ഒന്നല്ല ഒരു 100 തവണ സോറി എന്നും പറയുന്നുണ്ട്. ഞാൻ ഇന്ന് കൺമണിയുടെ അച്ഛനോട് കാര്യം പറഞ്ഞു, ഞാനും അച്ഛനും ഇതേക്കുറിച്ച് സംസാരിച്ചു. കൺമണി അച്ഛനോട് ഒക്കെ തുറന്നു പറഞ്ഞത് നന്നായി, എനിക്കൊരു തിരിച്ചറിവ് വരാൻ അത് ഉപകരിച്ചു. അന്ന് കൺമണി എന്നെ തല്ലിയതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി എന്തുമാത്രം ആരോഗ്യമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ തല്ല് അർഹിക്കുന്നത് തന്നെയാണ്. കൺമണിയോട് ഞാൻ ഇന്നേ വരെ കാണിച്ച എല്ലാ പ്രവൃത്തികൾക്കും മാപ്പ് ചോദിക്കുകയാണ്. ഇനി കൺമണി ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വരുൺ ഫോൺ കട്ട് ചെയ്യാണ്. ഇത് കേട്ട ഗൗതം അപ്പേ എന്താണ് അയാളുടെ ഭാവം എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലടാ എന്ന് പറയുന്നുണ്ട് കൺമണി. ഇതേ സമയം ദേഷ്യത്തോടെ എടീ കൺമണി, ഇനി ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞാലും ഇനി നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് വരുൺ ചിന്തിക്കുകയാണ് കേട്ടോ. എന്തായാലും നിനക്കൊരു പണി വരുന്നുണ്ട്, അതൊരു 1-1.5 പണിയായിരിക്കും, കാത്തിരുന്നോ എന്നും ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം ക്ലീറ്റസ് ഒരു കടയിൽ നിന്ന് കൂൾ ഡ്രിങ്ക്സ് കുടിച്ച് പുറത്തിറങ്ങുമ്പോൾ അയാളെ ഫോളോ ചെയ്ത് മഹിയും കൃഷും അവിടെ എത്തുന്നുണ്ട്. മഹിയോട് കൃഷ് അവരെ പൊക്കുക, എന്നിട്ട് നമ്മുടെ കാറിൽ തള്ളിക്കയറ്റുക, നേരെ നമ്മുടെ ഗോഡൗണിലേക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃഷ്. ആ സമയം ക്ലീറ്റസ് കൂൾ ഡ്രിങ്കും കുടിച്ചുകൊണ്ട് അയാളുടെ കാറിനടുത്ത് നിൽക്കുമ്പോൾ മഹിയെ കൃഷി ചെല്ലെന്ന് പറഞ്ഞു വിടുകയാണ്. മഹി വേഗം ക്ലീറ്റസിൻ്റെ അടുത്ത് നിന്ന് അറിയാത്ത ഭാവത്തിൽ തട്ടിയിട്ട് സോറി പറയാണ് കേട്ടോ. ക്ലീറ്റസും സോറി പറയുന്നുണ്ട്. പെട്ടെന്ന് പരിചയപ്പെടാനാണെന്നുള്ള ഭാവത്തിൽ കൈയിടുകയാണ് അയാളുടെ ഷോൾഡറിൽ മഹി. ഇത് കണ്ടുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് അവിടെ നടക്കുന്നത്. ക്ലീറ്റസ് പോക്കറ്റിലിരിക്കുന്ന പേപ്പർ സ്പ്രേ എടുത്ത് മഹിയുടെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. കൃഷാണെങ്കിൽ വേഗം വന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ മഹിയോട്. കൃഷ് വേഗം കാറിലിരുന്ന വെള്ളം എടുത്ത് മഹിയുടെ മുഖം കഴുകുകയാണ്. ഇതേ സമയം അവൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകാരിയാണ്. എത്ര അപകടകാരിയാണെങ്കിലും നമ്മൾ അവനെ പൊക്കിയിരിക്കുമെന്ന് കൃഷ് പറയുന്നുണ്ട്. നീ ഓക്കെ അല്ലേടാ എന്ന് മഹിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ കൃഷ്. ഞാൻ ഓക്കെയാണ്, ഒരു കാര്യം തീർച്ചയാ, അവനെ കയ്യിൽ കിട്ടിയ പല കാര്യങ്ങളും അറിയാൻ പറ്റുമെന്ന് മഹി പറയുന്നുണ്ട്. അവനെ നമ്മൾ പൊക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്. ഇതേ സമയം ക്ലീറ്റസിനെ ചുമരിലേക്ക് തള്ളിയിട്ട് ഷർട്ടിനെ കുത്തിപ്പിടിച്ച് നീ എന്തൊക്കെയോ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട് ബലരാമൻ. പണി കൊടുക്കാൻ പോയ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയതല്ലേ, അങ്ങനെ നിന്നെ അവർ പിടിക്കാൻ നോക്കി അല്ലടാന്ന് പറയുന്നുണ്ട് കേട്ടോ ബലരാമൻ. അല്ല ബോസേ, അന്നത്തോടെ ഞാൻ ബോസിന് വാക്ക് തന്നതല്ലേ, ബോസിനെ അറിയിക്കാതെ ഇനി ഒരു പരിപാടിയില്ലെന്ന്. ഇന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത ആളാണെന്ന് പറയുന്നുണ്ട് ക്ലീറ്റസ്. ഉടൻ തന്നെ ഞാൻ പെപ്പർ സ്പ്രേ അടിച്ചുകൊണ്ട് എൻ്റെ മുഖം വ്യക്തമായിട്ട് കണ്ടില്ല, ഇനി ആള് മാറി എന്നെ സ്കെച്ചിട്ടതാണോന്ന് എൻ്റെ സംശയം എന്നൊക്കെ പറയുന്നുണ്ട് ക്ലീറ്റസ്. ഇത് ആള് മാറിയതൊന്നും ആയിരിക്കില്ല, അറിഞ്ഞിട്ട് തന്നെയാണ്. നീ 1-2 പ്രാവശ്യം പണി കൊടുക്കാൻ നോക്കിയിട്ടും രക്ഷപ്പെട്ട ഒരാളുണ്ടല്ലോ, ആ കൺമണി കാരണം രക്ഷപ്പെട്ട ഒരാൾ കൃഷ് സാഗറിൻ്റെ ആളായിരിക്കും നിന്നെ പിടിക്കാൻ വന്നതെന്ന് ബലരാമൻ പറഞ്ഞപ്പോൾ മൈ ഗോഡ് എന്ന് പറഞ്ഞ് ഞെട്ടുകയാണ് കേട്ടോ ക്ലീറ്റസ്. ഇതുവരെ കളി അവൾ ഗാലറിയിലിരുന്ന് കണ്ടു, ഇപ്പോൾ കളി അവർ കളിച്ചു തുടങ്ങിയിരിക്കുകയാണ്, ഉറപ്പാണെന്നും ബലരാമൻ പറയുന്നുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും ബോസ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ക്ലീറ്റസ്. അതെന്നോട് ചോദിക്കുന്നത് എന്തിനാടാ, ഇപ്പം നിന്നെ അമ്മയല്ലേ അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടെ, ചോദിക്ക്, രക്ഷപ്പെടാനുള്ള വഴി ചോദിക്കുന്നു പറയാണ് ബലരാമൻ. നിന്റെ കയ്യിൽ പേപ്പർ സ്പ്രേ ഉണ്ടെന്ന് കൃഷ്ണൻ ടീമിനെ മനസ്സിലായി, ഇനി അവൻ നോക്കിയിരുന്നിട്ടാകും വരുന്നത്. അയ്യോ ബോസേ, ഞാൻ മുംബൈക്കോ ഗോവയ്ക്കോ വിടാൻ പോകുകയാണെന്ന് പറയാണ് ക്ലീറ്റസ് പേടിച്ച്. നീ ഇവിടെ നിന്ന് വിട്ടാലും നിന്നെ അവർ വെറുതെ വിടില്ല, മുംബൈയിലാണെങ്കിലും ഗോവയിലാണെങ്കിലും പൊക്കുമെന്നും ബലരാമൻ പറയുന്നുണ്ട്. ഒന്ന് സഹായിക്കുക ബോസ് എന്ന് ക്ലീറ്റസ് പറഞ്ഞപ്പോൾ ഇനി സാഗർ കുടുംബത്തിൽ ആർക്കെതിരെ നീങ്ങുമെന്നുണ്ടെങ്കിലും എൻ്റെ അനുവാദത്തോടെ ആയിരിക്കണമെന്ന് സമ്മതിച്ചോന്ന് ബലരാമൻ ചോദിക്കുകയാണ്. സമ്മതിച്ചു ബോസേ, അത്രയുള്ളൂന്ന് ക്ലീറ്റസും പറയുന്നുണ്ട്. ഇനി അവർ പിടിക്കാൻ വന്നാൽ ഞാൻ ബോസിനെ അറിയിച്ചാൽ മതിയോ, ബോസ കൃഷ്ണനെയോ സാഗറിനെയോ വിളിച്ച് പറയുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ ക്ലീറ്റസ്. പെട്ടെന്ന് ബലരാമൻ്റെ ഫോൺ റിങ് ചെയ്യാണ്. സാഗറാണ് ബലരാമനെ വിളിക്കുന്നത്. കണ്ടിട്ടും സംസാരിച്ചിട്ടും മോനെ കുറേ ദിവസമായല്ലോ, അതുകൊണ്ട് വിളിച്ചതാണ്. ഇത് ലൗഡ് സ്പീക്കറിലാണ്, അമ്മ അടുത്തുണ്ടെന്ന് പറയാണ് കേട്ടോ സാഗർ. ഞാൻ അങ്ങോട്ട് വരണമെന്നും വിളിക്കണമെന്നും വിചാരിക്കുകയായിരുന്നു, അമ്മയ്ക്ക് സുഖമില്ലെന്നും ചോദിക്കുകയാണ് ബലരാമൻ. സുഖാ മോനെ, മോൻ വീട്ടുകാരെയും കൂട്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ എന്നൊക്കെ സുജാത പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് സുജ പറയുമ്പോൾ ഞെട്ടാണ് കേട്ടോ ബലരാമൻ. മോൻ്റെ തിരക്കിൽ ഇനിയിപ്പോൾ അതേ നടക്കൂ എന്നും സാഗര പറയുമ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരാമെന്ന് സുജ പറയുന്നുണ്ട്. സാരമില്ല മോനെ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നത് മോൻ ഇങ്ങോട്ട് വരുന്നതൊക്കെ ഒരുപോലെയല്ലേ, മോൻ അഡ്രസ്സ് ഒന്ന് പറഞ്ഞെന്ന് സാഗര പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ബലരാമൻ. മോൻ്റെ അച്ഛൻ്റെ പേര് എന്തായിരുന്നു എന്ന് സാഗർ ചോദിക്കുമ്പോൾ ആകെ പതറി അമ്മ അച്ഛൻ എനിക്ക് US-ൽ നിന്നൊരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയാണ് കേട്ടോ ബലരാമൻ. എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ മോനെ, ഗുഡ് നൈറ്റ് എന്ന് സാഗരം പറയുന്നുണ്ട്. ഇത് കേട്ട് നിന്ന് ക്ലീറ്റസ് ബോസ്, സാഗർ സാറിൻ്റെ വീടും ബോസും ഇത്രയും ക്ലോസ് ആണല്ലേ എന്ന് പറയാണ്. ഈ വിളി അത്ര നല്ല വിളിയാണെന്ന് തോന്നുന്നില്ലെന്നും പറയുന്നുണ്ട് കേട്ടോ ബലരാമൻ.
ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടും നിർബന്ധം പിടിച്ച് അവരിങ്ങോട്ട് വരാമെന്നാണ് പറയുന്നത്. ബോസേ, പണി പാളിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ക്ലീറ്റസ്. നീ കഴിയുന്നത് നേരത്തെ ഇവിടെ നിന്ന് മാറണം, അതാ നല്ലതെന്ന് ബലരാമനും പറയുന്നുണ്ട്. സുമിത്ര ബാലുവിന് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം ബലരാമൻ, അമ്മയും ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് മുംബൈയിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയാമെന്ന് കേട്ടോ ബലരാമൻ അവരോടായിട്ട്. ഇവിടുത്തെ ഓഫീസ് അടച്ചു പൂട്ടാം, സ്റ്റാഫിനെയൊക്കെ പിരിച്ചുവിടാം, എല്ലാം നമുക്ക് ഡിസ്പോസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് ബലരാമൻ. കാരണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ സുമിത്ര. ഇന്ന് അലിഗിയിൽ കൃഷിൻ്റെ ക്ലിയനെ ഫോളോ ചെയ്തു, അവനൊരു ട്രാപ്പിലാക്കാൻ നോക്കി, ക്ലിയൻ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട് ബലരാമൻ. പിന്നെ ഇപ്പോൾ സാറേ എന്നെ വിളിച്ചിരുന്നു, നമ്മുടെ വീടിനെ കുറിച്ച് തിരക്കി, അച്ഛൻ്റെ പേര് തിരക്കി, നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരുമെന്ന് ബലരാമൻ പറഞ്ഞപ്പോൾ അതൊന്ന് ചോദിക്കുകയാണ് കേട്ടോ സുമിത്ര. അല്ല, അവർക്കെതിരെ നമ്മൾ നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് അവർക്ക് അറിവ് കിട്ടിയിട്ടുണ്ടാകുമോ? എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കൃഷ്ണനുണ്ടായ ആക്രമണം, കൃപയുടെ നേരെ ഉണ്ടായ ആക്രമണം, കൃഷ്ണനെതിരെ ഉണ്ടായി ഇപ്പോഴത്തെ ആക്രമണം ഒക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ എന്നൊക്കെ സുമിത്ര ചോദിക്കുന്നുണ്ട് ബലരാമനോടായിട്ട്. അതിനെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സുമിത്ര. അമ്മ അതിനെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാണ് ബലരാമൻ. അപകടമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ബലരാമൻ പറയുന്നുണ്ട്. നമുക്കെതിരെ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ കേസിന് പോകും, നമ്മളെല്ലാം ജയിലിലാകുമെന്നും ബലരാമൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ചിരിയോടെ, ജയിലിലാകുമെന്നോ? സുമിത്ര ജയിലിലാകില്ല, ബാലുവും ലാലിയും ക്ലീനും ഒന്നും ജയിലിലാകില്ല, നീ ചിലപ്പോൾ ജയിലിലാകും. ഭീരുക്കൾ എവിടെയാണെങ്കിലും പേടിച്ചു തന്നെ നിൽക്കും, പിടികൊടുക്കും, ജയിലിലും ആകും. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നവനാണ് എൻ്റെ രാമൻ. അങ്ങനെയാണ് ഞാൻ കരുതിയേ, ഇപ്പം മനസ്സിലായി, പാതാളത്തിൽ ചെന്ന് ഒളിച്ചു നിൽക്കുകയാണെന്ന്. ഒരു കാര്യം ചെയ്യാം, മാറി നിന്ന് കാണ്, ഒരു യുദ്ധം എങ്ങനെ നടത്തണമെന്നും ജയിക്കണമെന്നും ഞാൻ കാണിച്ചു തരാം. നീ പോ, ദുബായിലോ അബുദാബിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നീ പോ, ഞാൻ ഇവിടുത്തെ ഈ മണ്ണിൽ നിൽക്കും, ഇനി മരിച്ചാലും ജീവിച്ചാലും ഇവിടെയെന്ന് തന്നെ പറയുന്നുണ്ട് സുമിത്ര. അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ എന്ന് ബലരാമൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യത്തോടെ നോക്കുന്ന ബാലുവിനെ നോക്കി, അതേ ഭ്രാന്താടാ, യുദ്ധഭ്രാന്ത്, ശത്രുവിനെ തോൽപ്പിക്കാൻ ഞാൻ ഭ്രാന്ത് എടുത്ത് നിൽക്കുകയാണ്. സാഗറിനെ അച്ഛൻ്റെ കാൽക്കീഴിൽ ഇട്ടു കൊടുക്കുമെന്ന് പറഞ്ഞവനാണ് ഇപ്പോൾ ഒളിച്ചിരിക്കാൻ മാർഗം അന്വേഷിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ സുമിത്ര. അമ്മയെ ഞാൻ കാല് പിടിക്കാം, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ബുദ്ധിയല്ല, ഇപ്പം നമുക്ക് പോകാം, അവസരം നോക്കി പിന്നെ വരാമെന്നും ബലരാമൻ പറയുന്നുണ്ട്. ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടില്ല. നീ എന്താ പറഞ്ഞ്, സാഗർ ഇവിടെ വരുമെന്നല്ലേ? സാഗറിനെ ഇവിടെ കൊണ്ടുപോവാ, അവസാന യുദ്ധം നടത്താമെന്ന് പറയുന്നുണ്ട് സുമിത്ര. അമ്മയെന്ന് വിളിക്കുകയാണ് കേട്ടോ ബലരാമൻ. ഇതേ സമയം, എനിക്കിപ്പം മനസ്സിലായി, നിനക്കിപ്പോൾ സാഗറും സുജാതയും വെറും അച്ഛനും അമ്മയും അല്ലല്ലോ, അവർ യുദ്ധത്തിൽ മരിച്ചു പോകുമ്പോഴുള്ളൊരു ഭയപ്പാട്. നീ മറ്റൊരു രീതിയിൽ ആശ്വസിക്കുക. നീ ഈ യുദ്ധത്തിൽ ജയിച്ചാലും തോറ്റാലും നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടാകും. ഞങ്ങൾ തോറ്റാൽ നീ ദത്തെടുത്ത പുതിയ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അച്ഛനമ്മമാരായ ഞങ്ങൾ, അതായത് നിനക്ക് ടെൻഷൻ എന്ന് പറയാണ് കേട്ടോ സുമിത്ര. പക്ഷേ സാഗർ ജയിക്കില്ല, ഈ ഒരു അവസരം ഞങ്ങൾ വിട്ടുകളയില്ല. ഞങ്ങൾ ആയുധം ചോദിക്കുമ്പോൾ ചതിയൻ ചന്തുവിനെ പോലെ നീ മാറി നിന്നോ മോനെ, എന്നാലും ഞാൻ സാഗറിനെ തലയെടുക്കരുത് തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് സുമിത്ര. ഇതേ സമയം കൃഷും ചേച്ചിയമ്മയും പറഞ്ഞത് ശരിയാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ സുജ. ബലരാമനിൽ ഒരപകടകാരി ഒളിഞ്ഞിരിക്കുകയാണ്, സാഗറിനെ വിളിക്കുകയാണ് കേട്ടോ സുജ. ഞാൻ ഉറപ്പിക്കുകയല്ല, സംശയിക്കുകയാണ്, പക്ഷേ ആ സംശയത്തിന് ബലം കൂട്ടുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, അവൻ ഫോൺ കട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗർ. അത് മനഃപൂർവ്വമാണെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കാമെന്ന് സുജാത ചോദിക്കുമ്പോൾ, പിന്നെ യാദൃശ്ചികമാണെങ്കിൽ തിരിച്ചു വിളിക്കണ്ടേ? ചോദ്യങ്ങളിൽ അവൻ പതറുകയും ചെയ്യുന്നു എന്നൊക്കെ സാഗർ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ആയിരിക്കില്ല സാഗർ എന്ന് പറയുന്നുണ്ട് കേട്ടോ സുജ. അങ്ങനെയൊന്നും ആകല്ലേ ഈശ്വരാന്ന് തന്നെ പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മുടെ പ്രാർത്ഥന പോലെയാണോ കാര്യങ്ങൾ എന്ന് എനിക്ക് സംശയമുണ്ട്. കൃഷി പറഞ്ഞിടത്തേക്ക് നമ്മൾ എത്താൻ പോകുന്ന പോലെ തോന്നുക എനിക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗർ. അപ്പോൾ ഇന്ന് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി കൃഷ്ണന് നേരെ നടത്തുന്ന വധശ്രമം, കൃപയെ അപായപ്പെടുത്താൻ നോക്കിയത്, അതിനൊക്കെ പിന്നിൽ കൃഷി സൂചിപ്പിക്കുന്നത് പോലെ ബലരാമൻ ആണെന്നാണോ എന്ന് സുജ ചോദിക്കുമ്പോൾ, ഈശ്വര ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ സുജ. ഞാനിങ്ങനെ ബഹളം വയ്ക്കാതെ 100% ഉറപ്പിക്കുകയൊന്നും വേണ്ട. ആദ്യം നമുക്ക് വേണ്ട ബലരാമനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവാണ്. അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് മതി അവനെ സ്നേഹിക്കണോ അകറ്റി നിർത്തണമെന്നൊക്കെ തീരുമാനിക്കാമെന്നൊക്കെ സാഗർ സുജയോടായിട്ട് പറയുന്നുണ്ട്. സാഗർ നമ്മുടെ മൂത്ത മകനായി കണ്ട ബലരാമൻ നമ്മെ ചതിക്കുകയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ സുജ. ഇതേ സമയം കൃഷി വന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത മകനില്ലേ ബലരാമൻ, അവൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ. ജസ്റ്റ് മിസ് എന്നും കൃഷി പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുകയെന്നുണ്ട് സാഗർ പറയുമ്പോൾ, നിങ്ങൾക്ക് ദേഷ്യം വരും, ആ ബലരാമൻ്റെ കാര്യം തന്നെയാണെന്ന് കൃഷി പറയുന്നുണ്ട്. അവൻ്റെ വാലൊരുത്തനുണ്ട്, ഒരു ക്ലീറ്റസ് കിളിയൻ, അവനെ പൊക്കിയതായിരുന്നു ഇന്ന്. ബലരാമനെക്കുറിച്ചുള്ള സത്യം മുഴുവൻ ഇന്ന് അറിയാമായിരുന്നു, പക്ഷേ അവൻ രക്ഷപ്പെട്ടു എന്നും കൃഷി പറയുന്നുണ്ട്. രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? മഹിയുടെ മുഖത്തെ പേപ്പർ സ്പ്രേ അടിച്ചാണ് രക്ഷപ്പെട്ടതെന്നും പറയുന്നുണ്ട്. പേപ്പർ സ്പ്രേ ഒക്കെ കരുതിയാണ് ഇവൻ നടക്കുന്നതെങ്കിൽ അവൻ്റെ ഡോസ് ബലരാമൻ്റെ അടുത്ത് എന്തൊക്കെയോ ഉണ്ടാകുക, ഉറപ്പായും ഒരു തോക്കെങ്കിലും ഉണ്ടാകുമെന്നും കൃഷി പറയുന്നുണ്ട്. മോനെ, ബലരാമനായി കമ്പയർ ചെയ്ത് നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു, അതൊക്കെ മനസ്സിൽ നിന്ന് കളയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ സുജ.
ഇതാ പെട്ടെന്നൊരു മനമാറ്റം എന്ന് ഇത് കേൾക്കുന്ന കൃഷി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാടാ, നീയല്ലേ ഞങ്ങളുടെ മകൻ, അപ്പോൾ പല കാര്യങ്ങളും നിന്റെ ഭാഗത്തു നിന്ന് വേണമല്ലോ ചിന്തിക്കാൻ എന്നൊക്കെ സാഗര പറയുന്നുണ്ട്. ബലരാമനല്ല, നീയാണ് ഞങ്ങളുടെ മകനെന്നും സുജാതയും പറയുന്നുണ്ട്. എന്താമേ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് കൃഷി ചോദിക്കുമ്പോൾ എന്താടാ അവൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ പലതും ചിന്തിച്ചു, നിന്റെ ഭാഗത്തു നിന്നും ചിന്തിച്ചു, അത്രയേ ഉള്ളൂ എന്നും സാഗര പറയുന്നുണ്ട്. എന്തായാലും അച്ഛൻ്റെ നാവ് കൊണ്ട് അത്രയെങ്കിലും കേട്ടല്ലോ, അത് മതി. അമ്മയും ഇതേ അഭിപ്രായത്തിലാണോ എന്ന് കൃഷി ചോദിക്കുന്നുണ്ട്. എന്തായാലും കിളിയൻ കയ്യിൽ നിന്ന് ചാടിപ്പോയ വിഷമം ഇപ്പോൾ എനിക്ക് മാറിക്കിട്ടി. ബലരാമൻ്റെ കാര്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ മനസ്സിലാക്കി തുടങ്ങിയ സന്തോഷം എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ. അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയം സുജയെ ബലരാമൻ രക്ഷിച്ച കാര്യവും ഒക്കെ ഓർത്ത് ഇല്ല സംശയിക്കുന്ന പോലെ ബലരാമൻ കുഴപ്പക്കാരനൊന്നും അല്ല, ഞങ്ങൾക്കെതിരെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല, അവൻ്റെ മനസ്സിൽ ഞങ്ങൾ അവൻ്റെ അച്ഛനും അമ്മയുമാണ്, കളങ്കമില്ലാതെ തന്നെയാണ് അവർ ഞങ്ങളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഓർത്ത് പോവാണ് കേട്ടോ സുജാത. പിന്നീട് സുലോചന ശാന്തയോടെ എന്താണെന്നറിയില്ല, ഇപ്പോൾ സദാസമയം പേടിയാണ്, ഒരാപത്ത് നമ്മുടെ പുറകെ വട്ടം കറങ്ങുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അതേ പേടി നിനക്കും ഉണ്ടല്ലോ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ ഭാമ. ഇതേ സമയം കണ്ണുരുട്ടി ധനലക്ഷ്മി അങ്ങോട്ടേക്ക് വരികയാണ്. പെട്ടെന്ന് ഒരു കത്തി കയ്യിൽ പിടിച്ച് നോക്ക്, എൻ്റെ കൈ കണ്ടോ, നിങ്ങൾ ഉരുട്ടിയിട്ട് കൈയൊടിച്ച് എൻ്റെ കൈ, ആ കൈ ബലം കൂടുകയാണ് ചെയ്തിരിക്കുന്നത് പറയുന്നുണ്ട് ധനലക്ഷ്മി. ഇത് ധനലക്ഷ്മിയാണ് വെട്ടിയെടുത്തതെന്ന് തഴച്ചു വളരുന്നവൾ എന്ന് പറഞ്ഞ് സുലോചനയുടെ കഴുത്തിൽ പിടിക്കുകയാണ് കത്തി ധനലക്ഷ്മി. എന്നിട്ട് എൻ്റെ വള തിരിച്ചു തരാനും പറയുന്നുണ്ട്. അവർ പേടിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ കയ്യിലിട്ട് താന്ന് പറയുന്നുണ്ട്. അങ്ങനെയും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നന്ദിയില്ലാത്ത ജന്തുക്കൾ എന്ന് പറയുന്നുണ്ട്. ഇത്ര നാളും ഞാൻ ഇട്ട് തരുന്ന എല്ലിൻ കഷ്ണത്തിൽ വാലാട്ടി പുറകെ നടന്നിട്ട് ഇപ്പോൾ എൻ്റെ നേരെ കുറിച്ച് ചാടുന്നല്ലേ. പക്ഷേ അമ്മായിമാരെ നിങ്ങൾക്ക് ആളുമാറി, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് ധനലക്ഷ്മി. ഞങ്ങൾ പഠിച്ചിട്ടില്ലെന്നത് കേട്ട് സുലോചന പറയുമ്പോൾ കളിയാക്കുന്നോട് ധനലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞത് സത്യ, ഞങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് ഭാമയും പറയുന്നുണ്ട്. ഓഹോ പഠിച്ചിട്ടില്ലല്ലേ, എന്നാൽ ഞാൻ പഠിപ്പിക്കാം. അതിലാദ്യത്തെ പാഠമാണ് പെരുവഴി. 3 ദിവസത്തിനതിൽ കെട്ടും ഭാണ്ഡവുമായിട്ട് നിങ്ങൾ ഇറങ്ങാൻ പോകുന്നു. ധനലക്ഷ്മി ഇത് വെറുതെ പറയുന്നതല്ല, കാര്യങ്ങളൊക്കെ നീക്കി കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിച്ചാലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. ധനലക്ഷ്മി ഞങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പേടിച്ചുകൊണ്ട് ശാന്തയും ഭാമയും ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, ചെയ്യേണ്ടത് കൺമണി ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി അവരോടായിട്ട്.